നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നയന കാച്ചി വെച്ച പാല് ആരും കാണാതെ ദേവയാനി എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അവൾ ഇനി വേണമെങ്കിൽ വേറെ പാല് കാച്ചിക്കോട്ടെ, ഇത് ഞാൻ എന്തായാലും കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കും കേട്ടോ. അപ്പോൾ കുടിക്കുമ്പോൾ പാലിൽ നല്ല മധുരം ഉണ്ടാവും. ഓ ഇത് എന്ത് മധുരം, അത് ഒരു ഗർഭിണിയല്ല അവൾക്ക് ഇങ്ങനെ മധുരമൊക്കെ കൊടുക്കാൻ പാടുമോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് കുടിക്കും. അങ്ങനെ ദേവയാനി നേരെ റൂമിലേക്ക് പോയിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കിടക്കുമ്പോൾ പറയും എനിക്കെന്തോ ഭയങ്കര ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണ് പാല് കുടിച്ചത്, പക്ഷേ അത് കുടിച്ചപ്പോൾ വീണ്ടും ക്ഷീണമായ പോലെ തോന്നുന്നുണ്ട് എന്ന് തന്നെ പറയും കേട്ടോ. അങ്ങനെ നയനയാണെങ്കിൽ വീണ്ടും അടുക്കളയ്ക്ക് പാല് കൊണ്ടുകൊടുക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ പാല് കാണുന്നില്ല. അപ്പോൾ ഇത് ആരാ ഈ പാല് കുടിച്ചത്, ഞാനിവിടെ വെച്ചതാണല്ലോ കാച്ചിയിട്ട്. ഇനി നവ്യേച്ചയോടുള്ള ദേഷ്യം കൊണ്ട് അനാമിക അങ്ങനെ ചിലപ്പോൾ എടുത്ത് കുടിച്ചതാവും എന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും പാല് കാച്ചുകയാണ്. അങ്ങനെ പാല് കാച്ചിയിട്ട് നവ്യയ്ക്ക് കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ നവ്യ നീ ഇത് മറന്നിട്ടില്ല അല്ലേ ഇന്നൊന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് നവ്യയ്ക്ക് കൊടുത്തിട്ട് നയന വേഗം തന്നെ ആദർശൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശ് നീ വന്നോ, നിന്നൊന്ന് കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ നയന പറയും എന്നെ കാണാതിരിക്കണതല്ലേ നല്ലത്, എന്നെ കാണാതിരുന്നാലും ഒരു ദിവസം നന്നാവുക എന്നാണ് ചേട്ടൻ്റെ അമ്മ പറയണതെന്ന് പറയും. അമ്മ അങ്ങനെ പറഞ്ഞാലും എനിക്ക് നിന്നെ കണ്ടില്ലെങ്കിലാണ് പ്രശ്നം, നിന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോയി പോയാലോ എന്ന് ആലോചിക്കുക, അപ്പം എനിക്ക് നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നിങ്ങനെ പറയട്ടോ. അപ്പം നയന പറയും തൽക്കാലം ഇപ്പം അതൊന്നും വേണ്ട, ഇപ്പം ഇങ്ങനെ പോട്ടെ, ഇനി നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ആദർശ് പറയും. അപ്പോൾ അതൊക്കെ ആദർശൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയട്ടോ. അങ്ങനെ നവ്യ പാല് കുടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അബി റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് നീ പാല് കുടിക്കുകയാണല്ലേ എന്നിങ്ങനെ പറയട്ടോ. വായു അബി ഇതിൻ്റെ പകുതി കുടിക്കുമെന്ന് പറയുമ്പോൾ അബി അങ്ങനെ ഇട്ടു കേട്ടോ. പറയും നീ എന്തീ പറയണേ, അപ്പോൾ എന്ത് പറയാൻ, പാല് കുടിക്കണതിനിപ്പോൾ എന്താ പ്രശ്നമായിരിക്കും, ഞാൻ സ്വാമിയല്ലേ, ഒരാൾ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബി ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും കേട്ടോ. അപ്പോൾ പറയും നിൻ്റെ ഈ ഓവർ ആക്ടിങ് കാരണം തന്നെ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റാത്തത്, എനിക്കിപ്പോഴും നല്ല സംശയം ഉണ്ടെന്ന് അങ്ങനെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.